മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കൾ ഒരേ ദിവസം വീട്ടിൽ വന്നു, 2 പെൺകുട്ടികൾ. അതിൽ ബഹുമാനപ്പെട്ട റുഖിയ ബീവിയെ ആദ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് റുഖിയ ബീവിക്ക് നേരത്തെ രോഗമുണ്ടായിരുന്നു. ആ രോഗം വർദ്ധിക്കുകയും അങ്ങനെ റുഖിയ ബീവി വഫാത്താവുകയും ചെയ്തു. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാര മകളായ ഉമ്മു കുൽസൂമിനെയും കല്യാണം കഴിച്ചു. ഉമ്മു കുൽസൂമും ദീർഘകാലം ജീവിച്ചില്ല, മരണപ്പെട്ടു. ഉമ്മു കുൽസൂം വഫാത്തായപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞു. ഉമ്മു കുൽസൂം വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞു, എനിക്കിനി ഒരു മോളെയും കൂടിയും കെട്ടിക്കണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു. തിരിച്ചു വെച്ചാൽ മതി. ഇങ്ങോട്ട് വെക്കാത്തത് ചൂടില്ലാത്തതുകൊണ്ടല്ല, ഈ സാധനം പിടിച്ചാൽ ചെറിയൊരു അസ്വസ്ഥത നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചൂടൊക്കെ ഉണ്ട്. പരമാവധി അസ്വസ്ഥതയൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് നേരം ഉള്ളത് നല്ല മട്ടത്തിൽ നല്ലതാണ്. എല്ലാവരും എൻ്റെ ഒപ്പം യാ നബി അല്ല കേട്ടോ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. ഇതിപ്പോൾ സഫർ മാസമാണ്. സഫർ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ആമിന ബീവി റളിയല്ലാഹു അൻഹ താമസിച്ചിരുന്ന വീടിൻ്റെ മുറ്റത്ത് മലക്കുകൾ അണിയണിയായി നിന്നു എന്ന് മങ്കൂസ് മൗലിദിൽ ഉണ്ട്. വസ്തഫത്തിൽ മലായികത്തു അലാ മൻസിലഹാ. ആമിന ബീവിയുടെ വീടിൻ്റെ അടുക്കൽ മലക്കുകൾ വന്ന് സഫായിട്ട് നിന്നു. ആ മാസമാണ് സഫർ മാസം. അപ്പോൾ മുഅ്മിനീങ്ങളെ, ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ വാപ്പ ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. മനുഷ്യകുലത്തിൻ്റെ ആദ്യത്തെ വാപ്പ ആദം നബിയാണ് അലൈഹിസ്സലാം. അങ്ങനെ കുറേ വാപ്പാരുണ്ട്. മനുഷ്യവർഗത്തിലെ ആദ്യത്തെ വാപ്പ അബുൽ ബഷർ സയ്യിദുന ആദം അലൈഹിസ്സലാം. ജിന്നുകൾക്കൊരു വാപ്പ ഉണ്ടായിരുന്നതാണ്, അബുൽ ജാൻ എന്നായിരുന്നു പേര്. അത് ലഅനത്തുല്ലാഹി അലൈഹിയായ ഇബ്ലീസ് തന്നെ ആണെന്നും അഭിപ്രായമുണ്ട്. അല്ല, അത് വേറെ തന്നെയാണ് എന്നും അഭിപ്രായം. മനുഷ്യകുലത്തിൻ്റെ പിതാവ് അബുൽ ബഷർ സയ്യിദുന ആദം അലൈഹിസ്സലാം. ചിലർക്ക് കുരങ്ങനാണെന്ന് അഭിപ്രായമുണ്ട്. നമ്മളെ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹിസ്സലാം. മനുഷ്യകുലത്തിൻ്റെ ആദ്യത്തെ ഉമ്മ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ്. ചരിത്രത്തിൽ അറിയപ്പെട്ടത് 9 ഉമ്മമാരാണ്. 11 എന്നും അഭിപ്രായമുണ്ട്, 9 എന്നായാലും ഒരഭിപ്രായ വ്യത്യാസമില്ല. ആ 9 ആളുകൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മുത്തുനബിയുടെ ഭാര്യമാരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്തിസ്ഇനിസ്വാതിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തർന നബിയൽ മുഖ്തഫ ആയിഷത്തും വഹഫ്സത്തും വസൗദാ സഫിയത്തും മൈമൂനത്തും വറംലാ ഹിന്ദും വസൈനബും കദാ ജുവൈരിയാ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയാ. ആണ് 9 ആൾക്കാർ. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഉണ്ട്. അപ്പോൾ 10ാമത്തെ ആളോ വേറെയും നബി തങ്ങൾ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ 11 ഇതാണ്
മുഅ്മിനീങ്ങളുടെ ഉമ്മമാരായി അറിയപ്പെട്ടാണ്. ഉമ്മാരെ പറ്റി നമ്മൾ എപ്പോഴും പറയലുണ്ട്, ബാപ്പാനെ പറ്റിയിട്ട് അപൂർവമായിട്ടാണ് പറയാനുള്ളത്. ഉമ്മാനെ പറ്റി എല്ലോ വലിയൊരു ഏത് പറഞ്ഞാലും ഉമ്മാനെ പറ്റി ഉണ്ടാവും. പ്രധാനപ്പെട്ട തന്നെയാണ്, അല്ലാന്നല്ല. വാപ്പയും പ്രധാനപ്പെട്ട തന്നെയാണ്. വാപ്പയുള്ള നമ്മളെ അഡ്രസ്സ് പിൻകോഡ് ഒക്കെ വാപ്പയാണ്. അത് വാപ്പയാണ്. വാപ്പയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുത്തതിലെ പ്രധാനപ്പെട്ട കണ്ണി. മനുഷ്യനെ തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നാണ് പടച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയം വാപ്പാൻ്റെതാണ്, ഉമ്മാൻ്റെതല്ല. അതുകൊണ്ട് മനുഷ്യനായ നമ്മൾ ഭൂമിയിലേക്ക് വരണോ എന്ന തീരുമാനത്തിൻ്റെ പിന്നിൽ വാപ്പയാകുന്നു. വാപ്പ സ്വർഗത്തിൻ്റെ നടുവിലെ വാതിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വാപ്പ എന്ന് പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം നബിയെയാണ് അലൈഹിസ്സലാം. അനഫി മില്ലത്തി അബീ ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാകുന്നു എന്ന് പറഞ്ഞു. മില്ലത അബീകും ഇബ്രാഹിമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. നിങ്ങൾ നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ്. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബിയാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് നൽകിയിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഒരു ഓമന പേരുണ്ടായിരുന്നു, അത് ഹനീഫ് എന്നാണ്. അത് നമ്മൾ വജ്ജഹത്ത് ഓതുമ്പോൾ പറയും, വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമ. ഞാൻ ഹനീഫുമാണ്, മുസ്ലിമുമാണ്. ആ ഹനീഫ് ഇബ്രാഹിം നബിയുടെ ഓമന പേരാണ് അലൈഹിസ്സലാം. ഇതൊക്കെ വാപ്പയാണ് ഈ പറഞ്ഞ സാധനമൊക്കെ. ഒരു നല്ല വാപ്പയാകുക, ഒരു നല്ല ഉമ്മയാകുക, അതാണ് പ്രധാനപ്പെട്ടെന്ന് പറയേണ്ട ഒരാശയം. ഒരു നല്ല വാപ്പയാകാൻ, ഒരു നല്ല ഉമ്മയാവാന് ആരൊക്കെ വിചാരിക്കണം? 7 തലമുറ വിചാരിക്കണമെന്നാണ്. ഒരു വാപ്പ നല്ലതൊക്കെ ജീവിച്ചാല് അതിൻ്റെ ഗുണം 7 പേരെ കുട്ടിക്ക് കിട്ടുമെന്ന് ഖിദർ അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും യാത്ര ചെയ്തപ്പോ മതില് നേരാക്കി വെച്ച് കൊടുത്തോടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൂസ നബിയും ഖിദർ നബിയും യാത്ര ചെയ്തു. വെള്ളിയാഴ്ച ഓതുന അൽക്കഫിലുണ്ട്. ഓരങ്ങനെ പോയിട്ട് 3 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായി. അതിലെ ഒരു സംഭവം മതില് നന്നാക്കി കൊടുത്തതായിരുന്നു. അപ്പോൾ സയ്യിദുന മൂസ അലൈഹിസ്സലാം ചോദിച്ചു, എന്തിനാ വേണ്ടാത്ത പണിക്കുന്നത്? ഉണ്ടാവില്ല, എന്ത് നല്ല കാര്യം ചെയ്താലും വേണ്ടാത്തിന് കാണാൻ. എന്തിനാ വേണ്ടാത്തിരുന്നത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, വേണ്ടാത്തല്ല, ഈ മതിലിൻ്റെ താഴ്ഭാഗത്ത് അങ്ങാടിയിൽ താമസിക്കുന്ന യതീം കുട്ടികൾക്കുള്ള കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് മുതലുണ്ട്, സ്വർണ്ണുണ്ട്. ഓർക്കുള്ള സ്വർണ്ണുണ്ട് എന്നുള്ളതല്ല പ്രശ്നം. അതാ വിഷയം. അവിടെ സ്വർണ്ണുണ്ട് എന്നുള്ളതല്ല പ്രശ്നം. വക്കാന അബൂഹുമാ സ്വാലിഹ, ആ കുട്ടികളെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് പ്രമുഖമായ എല്ലാ തഫ്സീറുകളും പറഞ്ഞിട്ടുണ്ട്. ആ വാപ്പ ഈ കുട്ടികളെ നേരെ വാപ്പല്ല, 7ാമത്തെ വല്ലിപ്പയാകുന്നു. അതിനാണ് നമ്മൾ പറഞ്ഞത് 7 തലമുറയാണ് ഒരു മനുഷ്യൻ നന്നായാൽ അതിൻ്റെ ഗുണം അനുഭവിക്കുക. കക്കാടം പുറത്ത് എന്തെങ്കിലുമൊക്കെ ഇസ്ലാമികമായ അസറുകൾ, അടയാളങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ 7 തലമുറയിലെ ഏതെങ്കിലും നല്ല മനുഷ്യന്മാരെ ജീവിതമാണത്. ഇനി നമ്മളെടുത്തുണ്ടെങ്കിൽ 7 തലമുറക്ക് ഇനിയും കിട്ടും. അപ്പം നമ്മൾ ഒരു കുട്ടിനല്ല നോക്കണത്, ഒരു കുട്ടിനെയും 6 പേരക്കുട്ടികളെയാണ് നോക്കണത്.
അതാണ് ഒരു വാപ്പ നന്നാവുക എന്ന് പറഞ്ഞാൽ, ഒരു ഉമ്മ നന്നാവുക എന്ന് പറഞ്ഞാല്. വാപ്പ എന്ന് പറഞ്ഞാല് ഒരു വാപ്പാക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇബ്രാഹിം നബിക്കുണ്ടായ ഗുണമാണ്. അങ്ങനെയാകുമ്പോൾ മകനുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം ഇസ്മായിലിനുണ്ടായ ഗുണമാണ് എന്ന് വരും. അതല്ല മോനെ, വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. കാട്ടിലെത്തിയതിന് ശേഷം പറഞ്ഞു, മോനെ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നത്തിലായി എനിക്ക് വഹയി നൽകിയിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം? മോൻ പറഞ്ഞു, വാപ്പാ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ നിർവഹിക്കണം, ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. ഈ ചോദ്യോത്തരം നേരത്തെ പഠിപ്പിച്ചു കൊടുത്തതല്ല. 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇസ്മായിൽ നബിക്ക് കിട്ടിയിട്ടില്ല. ഉമ്മ പറഞ്ഞതല്ല, മോനെ വാപ്പന്നെ അറുക്കാൻ കൊണ്ടുപോട്ടോ, അങ്ങനെ ഒരു പാറന്റെ അടുത്ത് എത്തിയാലേ അന്നെ അറുക്കണമെന്ന് അള്ളന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ ഉമ്മാന്റെ കുട്ടി ഇങ്ങളെ അറുത്തോളി വാപ്പാ ഞാൻ ക്ഷമിച്ചോളാന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ലടാ അർക്കൊന്നുമില്ല. അപ്പോ അതിന് ജിബ്രീൽ ആടിനേറ്റ് വരും അലൈഹിസ്സലാം എന്നുമ്മ പറഞ്ഞു കൊടുത്തതല്ല. പിന്നെന്തേ ഈ കുട്ടി ഇങ്ങനെ പറയാണ്ടായ കാരണം? വാപ്പാക്ക് വാപ്പാന്റെ ഗുണമുണ്ടായപ്പോൾ മകന് മകന്റെ ഗുണമുണ്ടായതാണ്. അൽ വലദു സിർറു അബീഹി, മക്കൾ മാതാപിതാക്കളുടെ സ്വകാര്യമാകുന്നു. വാപ്പ ആരും കാണാതെ ചെയ്യണത് മക്കൾ നടുറോഡിലിറങ്ങി ചെയ്യും. വാപ്പാന്റെയും ഉമ്മാന്റെയും സ്വകാര്യം പരസ്യമാക്കുന്നവരാണ് മക്കൾ. തന്നെ മാതാപിതാക്കളുടെ രഹസ്യങ്ങൾ മക്കളുടെ പരസ്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് വാപ്പാക്ക് എന്താ ഗുണം ലഭിച്ചാൽ അതന്നെയാണ് മക്കൾക്ക് ഉണ്ടാകുക. ഉസ്താദേ ഞാൻ എന്തായാലും ഇങ്ങനായിപ്പോയില്ലേ, ഇന്റെ കുട്ടികളെങ്കിലും നേരാകാൻ വേണ്ടി നിങ്ങളൊന്ന് ദോരപ്പോണ്ടിട്ടോന്ന് നടക്കൂല. ഞാൻ ഏതായാലും ഇങ്ങനായിപ്പോയില്ലേ, ഇന്റെ കുട്ടികളെങ്കിലും നേരാകാൻ വേണ്ടി നിങ്ങളൊന്ന് ദോരപ്പോണ്ടിട്ടോ എന്ന് പറഞ്ഞാല് ദ്വാരക്കാം, പക്ഷെ സംഗതി നടക്കൂല. എന്തുകൊണ്ട്? ഞാൻ ഏതായാലും ഇങ്ങനായിപ്പോയി, അതുകൊണ്ട് നേരാവില്ല. ഞാൻ നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിനാൽ ഇന്റെ കുട്ടികളൊന്ന് നേരാകാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കൊണ്ടു. ഓക്കെ, നമ്മള് നേരാവാൻ തീരുമാനിക്കാതെ ഒരു നേരാവില്ല. ഞാൻ ഇപ്പം എന്തായാലും ഇങ്ങനെ ആയിപ്പോയില്ലേ, ഒരു കാര്യമില്ല, ഞാൻ ഇന്ന് മുതൽ നേരാവാൻ തീരുമാനിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടികളൊന്ന് നേരാകാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കൊണ്ടു എന്ന് പറഞ്ഞാൽ ഓക്കെ. വാപ്പ മാറാതെ മക്കൾ മാറൂല, ഉമ്മ മാറാതെ കുട്ടികൾ മാറൂല. ഏത് മനുഷ്യന്റെയും ഗുണം അവന്റെ വാപ്പയമ്മയാണ്. ഒരാളെ പറ്റി ചോദിക്കുമ്പോ ആദ്യം ചോദിക്കുക ആരാ ഓന്റെ വാപ്പ എന്നാണ്. കല്യാണാലോചനയാണ്, കല്യാണം ആലോചിക്കാണ്. അബ്ദുറഹ്മാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ ആദ്യം എന്താ ചോദിക്കുക, ആരാ അബ്ദുറഹ്മാന്റെ വാപ്പ. അപ്പൊ അങ്ങനെ തലമ ചൊല്ലു വാപ്പൊന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം തന്തല്ലാത്തവനാണ്. പിന്നെ ഞാന് എന്ത് ഓലക്കപ്പുണ്ടാക്കുണ്ടായിട്ട് എന്താ കാര്യം? വാപ്പല്ലെങ്കിൽ പിന്നെ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്സത്ത് അതാപ്പയാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, അനഫി മില്ലത്തി അബി ഇബ്രാഹിം. മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അനഫി മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാകുന്നു. നമ്മളെ മലപ്പുറം ഭാഷയിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയാൽ അർത്ഥം അങ്ങനെയല്ല, വേറെ എന്താർത്ഥം? മലപ്പുറം ഭാഷയിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയാൽ ഇന്റെ വാപ്പാരാന്നറിയ എനിക്ക് ഇബ്രാഹിമാണ്, ആലോചിച്ച് കളിച്ചോണ്ടു ആണ് അതിൻ്റെ അർത്ഥം. മലപ്പുറം ഭാഷയിലെ എൻ്റെ അർത്ഥം അതാണ്. എന്റെ വാപ്പാരാന്നറിയ എനിക്ക് ഇബ്രാഹിമാണ് അലൈഹിസ്സലാം, മര്യാദക്ക് ആലോചിച്ച് കളിച്ചതുകൊണ്ട് വിവരം അറിയുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് സംഗതി, ഇതാണ് വാപ്പ. മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിമാനം വാപ്പയാണ്. ആ വാപ്പയാവാൻ നമുക്ക് കഴിയണം, അതാണ് ഞാനീ പറഞ്ഞത്, അതാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിൽ എത്തിച്ചേർന്നു. തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാര് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കിണറ്റിലിട്ടു. അങ്ങനെ ഒരു കച്ചവടക്കാർ യാത്ര ചെയ്തു വരുമ്പോൾ വെള്ളം കോരാൻ വേണ്ടി വള്ളികൾ കോർത്തുണ്ടാക്കിയ കയറ് കിണറ്റിലേക്ക് ഇറക്കി. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം യൂസുഫ് നബി അലൈഹിസ്സലാം ആ കയറിൽ പിടിച്ചു. അത്ഭുതത്തോടുകൂടെ കുട്ടിയെ കയറ്റിയ കച്ചവടക്കാര് കൊണ്ടുപോയി മിസ്റിലെ ചന്തയിൽ എത്തിച്ചു. അവിടെ നിന്ന് അസീസ് രാജൻ യൂസുഫിനെ വിലക്ക് വാങ്ങി സുലൈഖ ബീവിയുടെ കൊട്ടാരത്തിലെത്തി. സുലൈഖയും യൂസുഫും തമ്മിൽ അലൈഹിസ്സലാം പ്രണയമായി. രാജാവ് സ്ഥലത്തില്ലാത്ത സമയത്ത് അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിലെ രാജകൊട്ടാരത്തിലെത്തി. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ യൂസുഫിൽ ആകൃഷ്ടനായി. അസീസ് രാജൻ കാട്ടിലേക്ക് വേട്ടയാടാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ സുലൈഖ തൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി യൂസുഫിനോട് പറഞ്ഞപ്പോൾ യൂസുഫ് വാതിലിക്കൽ തൻ്റെ വാപ്പ നിൽക്കുന്നതായി കണ്ടു. അതാണ് വാപ്പ.